എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഡോക്ടർ ജുനീർ. ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഹിപ്നിക് ജെർക്ക് എന്ന് പറയുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ്. നമ്മൾ ഉറക്കുന്ന സമയത്ത് ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്ത് പെട്ടെന്ന് നെട്ടുന്ന ഒരവസ്ഥ, ഇത് നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. ഇതൊരു അസുഖമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റുന്നതല്ല. എന്നിരുന്നാൽ പോലും ഇത് തുടർച്ചയായി വരികയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ ജീവിതശൈലി സംബന്ധമായ ചില കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്നും അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഉള്ള ഒരു സൈനായിട്ട് നമ്മളിതിനെ കണക്കാക്കിയെടുക്കാൻ പറ്റും. ഇത് എന്തുകൊണ്ട് വരുന്നു എന്നതിന് പലതരത്തിലുള്ള തിയറികളുണ്ട്. ഒരു തിയറി പറയുന്നത്, നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ ചില പാർട്ടുകളുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി കുറഞ്ഞു വരികയും മറ്റ് ചില ഭാഗങ്ങൾ ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ഈ ട്രാൻസിഷൻ പീരീഡിൽ ചില ന്യൂറോൺസുകൾ അറിയാതെ സിഗ്നൽസുകൾ മിസ്ഫയർ ചെയ്യും. അത് ശരീരത്തിലെ മറ്റു മസിൽസിനൊക്കെ കോൺട്രാക്റ്റ് ചെയ്യിക്കുമ്പോഴാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നതെന്ന് ചില തിയറികൾ പറയുമ്പോൾ, മറ്റു തിയറി പറയുന്നത് ഇത് നമ്മുടെ പരിണാമപരമായിട്ട് നമുക്ക് നേടിയെടുത്തിട്ടുള്ള ഒരു കഴിവാണ് എന്നാണ്. അതായത് നമ്മുടെ പൂർവികന്മാർ മരത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം നേടിയെടുത്തിട്ടുള്ള ഒരു കഴിവാണ്. അത് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ആ തരത്തിലുള്ള തിയറി പറയുന്നത്. എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ഈ ഒരു പ്രശ്നത്തിന് കോൺട്രിബ്യൂട്ട് ആവുന്ന ചില ജീവിതശൈലി ഫാക്ടറുകളുണ്ട്. അതിനെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം എന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ടൊരു ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്. എല്ലാ സമയത്തും ഇതുപോലുള്ള മൂവ്മെൻറ്റ്, പെട്ടെന്ന് നെട്ടി എണീക്കുന്ന അവസ്ഥ ഹിപ്നിക് ജെർക്ക് ആവണമെന്നില്ല. സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ്. നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് നമ്മൾ നെട്ടിയണിക്കുന്ന അവസ്ഥ. അപ്പം ഹിപ്നിക് ജെർക്കും ഇതും തമ്മിൽ തരംതിരിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിപ്നിക് ജെർക്ക് പൊതുവെ ഉണ്ടാവുന്നത് നമ്മുടെ ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്ത് മാത്രമായിരിക്കും. ഇനി സ്ലീപ്പ് ഏപ്നിയ ഉറക്കത്തിൻ്റെ ഏത് സമയത്ത് വരാം, പക്ഷെ പൊതുവെ കണ്ടുവരിക നമ്മൾ നന്നായിട്ട് ഉറങ്ങി ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്താണ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈ സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്ന അവസ്ഥയിൽ പൊതുവെ 10 സെക്കൻഡിൻ്റെ കൂടുതലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അത് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടി എണീക്കുന്ന അവസ്ഥ. അങ്ങനെ എണീക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 10 സെക്കൻഡെങ്കിലും നമുക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഇതുപോലെയൊക്കെ തോന്നും. പക്ഷേ ഈ ഹിപ്നിക് ജെർക്ക് ഇതുപോലെ ശ്വാസം മുട്ടുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. ഉറങ്ങത്തിലേക്ക് വീഴുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ട് നെട്ടി എണീക്കുന്ന ഒരവസ്ഥ മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ചെറുതായിട്ടൊന്ന് സ്ലീപ്പ് ഡിസ്റ്റേബ് ആക്കും. വീണ്ടും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തിരിച്ചറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇത് വരുന്നു, എങ്ങനെ പരിഹരിക്കാം. അപ്പം എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ പരിഹരിക്കാൻ പറ്റും. ഒന്നാമത്തത് സ്ട്രെസ് ആങ്സൈറ്റിയാണ്. സ്ട്രെസ് ആങ്സൈറ്റി ജോബ് സംബന്ധമായിട്ടുള്ളതോ ഫാമിലി സംബന്ധമായോ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ടെക്നിക്കുകളുണ്ട്. ഒന്ന് റിലാക്സേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ. ഇതിനെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇമോഷണലി ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ ഈവൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ. ഇനി അതോടൊപ്പം തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ലൈഫ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് സ്ട്രെസ്സൊന്നുമില്ല, ഞാൻ ഓഫീസിൽ പോകാറുണ്ട്, ഇരുന്നു കൊണ്ടുള്ള വർക്കാണ്, വീട്ടിലേക്ക് വരും, ഫാമിലി സംബന്ധമായ പ്രശ്നമില്ല, ഫിനാൻഷ്യൽ പ്രശ്നമില്ല, പക്ഷേ സ്ട്രെസ്സൊന്നും എനിക്കില്ല, എന്നിട്ടും എനിക്കിതുപോലെ പ്രശ്നം വരാറുണ്ടെന്ന് പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ജീവിക്കുന്ന ആളുകൾക്കും സ്ട്രെസ്സ് വരും. എന്ത് തരത്തിലുള്ള സ്ട്രെസ് ആയിരിക്കും, അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് മെറ്റബോളിക് സ്ട്രെസ് ആയിരിക്കും. തീരെ ആക്റ്റീവ് അല്ലാതെ സെഡൻഡറി ആയി ജീവിക്കുന്ന ആളുകളിലും മെറ്റബോളിക് ഫങ്ഷനിങ് പ്രോപ്പർ ആകാത്തത് കൊണ്ട് ഇൻറ്റേർണലി ഒരു സ്ട്രെസ് ഡെവലപ്പാവും. ഈ ഡെവലപ്പാവുന്ന സ്ട്രെസ്സും നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ശരീരം എപ്പോഴും ആക്റ്റീവായി നിലനിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മറ്റൊരു കാരണമാണ് ഈ കഫീൻ, നിക്കോട്ടിൻ അല്ലെങ്കിൽ ആൽക്കഹോൾ പോലുള്ള കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുക, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചായ കുടിക്കുക, അല്ലെങ്കിൽ പുകവലിക്കുക, മദ്യപാനം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. മറ്റൊരു കാര്യമാണ്
ചില തരത്തിലുള്ള മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലവും ആളുകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടുകൊണ്ട് ഇതിന് അത്തരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക, അതിൻ്റെ മോഡിഫിക്കേഷൻസ് വരുത്താം. ഇനി ചില ആളുകൾക്ക് ഫിസിക്കൽ എക്സേർഷൻ കാരണം ഒരുപാട് ശരീരത്തിന് അധ്വാനം വരുന്ന സമയത്ത് ശരീരത്തിൻ്റെ മസിൽസൊക്കെ കോൺട്രാക്റ്റഡ് ആയി നിൽക്കുകയും ഇത് മൂലവും ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ഈ സ്ട്രെസ്, ആങ്സൈറ്റി, പിന്നെ ചായ കുടിക്കുക, പുകവലിക്കുക, ആൽക്കഹോൾ എടുക്കുന്ന രീതി, പിന്നെ മെഡിസിൻ സൈഡ് എഫക്റ്റ് വല്ലതുണ്ടോ എന്ന് നോക്കുക, പിന്നെ ശരീരത്തിന് കൃത്യമായി റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മൂലമാണോ എൻ്റെ ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ളത്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നെട്ടുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് വരാതെ വരികയും ഗുഡ് ബൈ.